ഭരണകൂടത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പാണല്ലോ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹത്തോട് BJP ഉൾപ്പെടെ സംഘപരിവാർ ഉൾപ്പെടെ ഒരു പ്രത്യേക രീതിയിൽ പുറത്തേക്ക് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. പള്ളികളിലൊക്കെ കയറി ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് തന്നെ പ്രധാനമന്ത്രി ഒരു വശത്ത് ദേവാലയങ്ങൾ സന്ദർശിച്ച് സമാധാനത്തിൻ്റെ സന്ദേശമൊക്കെ നൽകുകയാണ്. അപ്പോഴാണ് മറുവശത്ത് ഈ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ നാടകമായി ഇപ്പോഴെങ്കിലും കാണേണ്ടവർ കാണുന്നുണ്ടോ? അറിയേണ്ട ഘട്ടമല്ലേ ഇത്? ശ്രീ, ഒരു കറക്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞങ്ങളുടെ അടുത്ത് ആര് വന്ന് ക്രിസ്മസ് ആശംസിച്ചാലും നമ്മൾ ഈ ക്രിസ്മസ് ആശംസകൾ സ്വീകരിക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ക്രിസ്മസ് അങ്ങനെയുള്ളതാണ്. ഇപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ, എൻ്റെ സഹോദരിമാർ, അളിയന്മാർ, അവരുടെ കുട്ടികൾ, അവരെല്ലാവരും വന്ന് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഈ ഇൻ്റർവെൻഷൻ കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ അങ്ങനെയാണ്. ഈ ക്രിസ്മസ് ദിവസം കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നു, അങ്ങോട്ട് ആഘോഷിക്കുന്നു, അപ്പുറം ഇപ്പുറമുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കേക്ക് കൊടുക്കും, ഇത് ചെയ്യും, ഇതെല്ലാം ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അതിനും അപ്പുറം ഒരു കാര്യമുണ്ടല്ലോ. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് മാധ്യമങ്ങളിലൂടെയുള്ള അറിവേ ഉള്ളൂ. ഞാൻ മാധ്യമങ്ങളിലൂടെ അറിവ് വെച്ച് പറഞ്ഞതല്ല. ഞാൻ അതുകൊണ്ടാണ് ചർച്ച തുടങ്ങിയ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്, റായ്പൂരിലൊക്കെ ജോലി ചെയ്യുന്ന വൈദികരോടും മറ്റൊന്ന് രണ്ട് സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ പറയുന്നത്, ഈ മാഗ്രറ്റോ മാളിലുള്ളവർ തന്നെ പറയുന്നത് ഒരു പോലീസുകാരനും വന്നില്ല, ഒരു കേസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു ഒറ്റ കേസ് എടുത്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവർ വലിയ സ്വാധീനമുള്ള ആളുകളാണ്. അവർക്ക് പോലും ഇവർക്കെതിരെ ഒരു കേസ് കൊടുക്കാനോ കേസെടുപ്പിക്കാനോ പറ്റിയിട്ടില്ല എന്ന്, ചെയ്തിട്ടില്ല. ഞാൻ അന്വേഷിച്ച സ്ഥലങ്ങളിൽ ഒന്നും പോലീസുകാർ വന്ന് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് മൊഴിയെടുക്കുകയോ FIR ഇടുകയോ ചെയ്തിട്ടില്ല. ആരും ഇടപെട്ടിട്ടില്ല. ആരും ഇടപെടാതെ ക്രമസമാധാന പാലനം താറുമാറായിരിക്കുന്നു എന്നുള്ളതാണ്. വഴിയെ കൂടി പോകുന്നവർ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ഒരു ചുവന്ന ചുരിദാറിട്ട് റോട്ടിൽ കൂടി നടക്കാൻ പേടിയാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഇവിടെ. ചുവന്ന ചുരിദാറിട്ടാൽ അത് ക്രിസ്മസിന്റെ ഭാഗമാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് റോട്ടിൽ കൂടി പോകുന്ന ഏതെങ്കിലും ഒരു RSSകാരൻ വണ്ടി നിർത്തി ഇവരെ ചെത്തിക്കളയുമോ എന്ന് പേടിച്ചിട്ടാ. അങ്ങനെ ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹം ഇന്നിവിടെ ഉണ്ട്. ആ സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഇതാ ക്രിസ്ത്യാനിയും കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഭയമാണ്, പേര് പറയാൻ പേടിയാണ്. കച്ചവടക്കാരൻ്റെ അടുക്കൽ ചെന്ന് നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ്. അതത്ര നിസ്സാര കാര്യമല്ല, അത് ചെറിയ കാര്യമല്ല. അപ്പോ എങ്ങനെയാണ് ഒരു സമൂഹം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് 2.4 കോടി ക്രിസ്ത്യാനികളാണുള്ളത്. പണ്ട് മുതലേ 2% ഉള്ളൂ. ഒരിക്കൽ പോലും ക്രിസ്ത്യാനിയുടെ ശതമാന കണക്കൊന്നും കൂടിയിട്ടില്ല. 2.4 കോടി ക്രിസ്ത്യാനികളാണ്. ഈ ക്രിസ്ത്യാനികൾ മുഴുവൻ വിവിധ സംസ്ഥാനങ്ങളിൽ പേടിച്ച് ജീവിക്കണം. ഒരു പള്ളി പോകുന്നതിന് മുമ്പ് RSS കാര്യാലയത്തിൽ പോയി അനുവാദം മേടിക്കണം. എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകാനാവുക? ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. ഒരർത്ഥവുമില്ല. 350ഓളം പള്ളികൾ മണിപ്പൂരിൽ അടിച്ചു തകർത്തു വെറും 48 മണിക്കൂർ കൊണ്ട്. 350ഓളം പള്ളികൾ അടിച്ചു തകർത്തു. നമ്മളെല്ലാവരും, ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരെ, ഞങ്ങളെല്ലാവരും കരഞ്ഞു. എപ്പോഴെങ്കിലും ഒരിക്കൽ ആ പള്ളികൾ അടിച്ചു തകർത്തത് ശരിയായില്ല എന്ന് മണിപ്പൂരിലെ സർക്കാരോ കേന്ദ്രത്തിലെ സർക്കാരോ ഒരിക്കൽ പോലും പറഞ്ഞില്ല കേട്ടോ, ഒരിക്കൽ പോലും. ഇപ്പോഴും നമ്മൾ ഇത്തരം കരച്ചിലാണ്. ആ കരച്ചിലിനിടയിൽ നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, UP 120ഓളം ക്രൈസ്തവ പുരോഹിതർ, വിവിധ അവാന്തര വിഭാഗങ്ങളിൽ പെടുന്ന ക്രൈസ്തവ പുരോഹിതർ ഇന്ന് ജയിലിലുണ്ട്. എന്തിനാണെന്നറിയൂ? എന്തോ മതപരിവർത്തനം നടത്തി എന്നൊക്കെ പറയുകയാണ്. ആർക്കുമെതിരെ ഒരു കുറ്റപത്രമില്ല, ഒന്നുമില്ല. അവർ ജയിലിലാണ്, ജയിലിൽ കഴിയാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തം വീടിൻ്റെ മുമ്പിൽ ഒരു നക്ഷത്രമിടാൻ കഴിയാതെ വിഷമിക്കുകയാണ്, ബുദ്ധിമുട്ടാണ്. ക്രിസ്മസ് ക്രിബ് ഒരുക്കാനാവില്ല. എന്തിന് ഒരു സീരീസ് സെറ്റ് മേടിച്ച് വീടിൻ്റെ മുമ്പിൽ കത്തിക്കാനാവില്ല, പേടിച്ചിട്ടാണ്. ഭയത്തിൽ ജീവിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്.
ആ സമൂഹത്തോൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുക, മെറി ക്രിസ്മസ് എന്ന് പറയുക? എന്താണെന്നറിയാമോ? ക്രിസ്മസിന്റെ സന്ദേശം കേട്ടപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന രാജാവ് ഹെറോദോസ് അസ്വസ്ഥനായി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്മസിന്റെ സന്ദേശം കേട്ടപ്പോൾ ഹെറോദോസ് അസ്വസ്ഥനായി. ഹെറോദോസ് അസ്വസ്ഥനായി, ആ രാജാവ് ഭരണകൂടം അസ്വസ്ഥമായപ്പോൾ ഹെറോദോസ് എന്താ പിന്നീട് ചെയ്തതെന്നറിയാമോ? അങ്ങനെ ഒരു കുട്ടി ജീവിച്ചിരിക്കരുത് എന്ന് കരുതി ഹെറോദോസ് 2 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികളെയും ഗളച്ഛേദം ചെയ്ത് കൊന്നുകളയാൻ ഉത്തരവിട്ടു. 2000-ലേറെ കുട്ടികളെ കൊന്നുകളഞ്ഞു എന്നാണ് കണക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇന്നത്തെ ഭരണകൂടം. ക്രിസ്മസിന്റെ സന്ദേശം കേട്ട് അവർ വല്ലാതെ ഭയക്കുന്നു. അവർക്ക് എതിരാണ് ഈ സമൂഹമെന്നവർ കരുതുന്നു. അതുകൊണ്ട് ഈ സമൂഹത്തെ പേടിപ്പിക്കണം. ഈ സമൂഹത്തെ പണ്ടത്തെ പോലെ കൊന്നുകളയാനാവാത്തത് കൊണ്ട് ഈ സമൂഹത്തെ വല്ലാതെ നിശബ്ദമാക്കി കളയാമെന്നാണ് അവർ കരുതുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്മസിന്റെ സന്ദേശം എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു. ഭരണാധികാരികൾ ഞെട്ടിവിറച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ വാർത്ത കേട്ട് ഭരണാധികാരികൾ ഞെട്ടിവിറച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ വാർത്ത ആദ്യം കിട്ടിയത് തൊഴിലാളിക്കാണ്, ആട്ടിടയന്മാർക്കാണ്. അവരോട് പറഞ്ഞത് സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ്. സന്മനസ്സുള്ളവർക്ക് മാത്രം, സകല ജനത്തിനും സമാധാനമെന്നല്ല, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇവിടെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ. ഭരണകൂടം വല്ലാതെ ക്രിസ്മസിനെ ഭയപ്പെടുന്നു, ക്രിസ്ത്യാനിയെ ഭയപ്പെടുന്നു. കുരിശ് കണ്ടാൽ വല്ലാതെ വെറുപ്പ് കാണിക്കുന്നു, വിദ്വേഷം കാണിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. അത്തരമൊരു സാഹചര്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോഴും നമ്മൾ പ്രതികരിക്കുമ്പോഴും നിങ്ങൾ ക്രിസ്മസ് കേക്കുമായി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾക്ക് ഹസ്തദാനം നൽകി മെറി ക്രിസ്മസ് എന്ന് പറയുകയും ചെയ്യും.